നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ വലുപ്പം എത്രയാണെന്ന് പോലും അറിയില്ല. വലിയൊരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര വലിയ കടലാണ്, വൻകരകളാണ്, എത്രയോ മനുഷ്യരാണ്, കാടുകൾ, ഇതെല്ലാമുള്ള ഒരു വലിയൊരു പ്ലാനറ്റ്. സത്യത്തിൽ ഈ ഭൂമി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ മറ്റ് ഒബ്ജക്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ ചെറിയ, ഞാൻ പറയുന്നത് അതിനൊരു കോസ്മിക് ഡസ്റ്റ് എന്നാണ്, ഒരു ചെറിയൊരു പൊടി മാത്രമാണെന്നാണ്. വോയേജർ 1 എന്ന് പറഞ്ഞ പേടകം അവസാനമായിട്ട് ഭൂമിയെ നോക്കി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോനെ മനുഷ്യരെന്ന് വിളിച്ചതാണ് ദ പെയിൽ ബ്ലൂ ഡോട്ട്, ഒരു മങ്ങിയ നീല ബിന്ദു. ഒരു സിപ്പ് ചായ കുടിക്കാം. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ കാരണം എനിക്ക് വന്നൊരു മെസ്സേജാണ്. ഒരു ലേഡി, ഒരു എഞ്ചിനീയറാണ്, നല്ല വിവരമൊക്കെ ഉള്ള പഠിപ്പൊക്കെ ഉള്ള ഒരു സ്ത്രീ. അവരെനിക്കൊരു മെസ്സേജ് ചോദിച്ചു, ഇത്രയും വലിയ ഭൂമി എവിടെയാണ് നിൽക്കുന്നത്, അതുപോലെ ഇത്രയും വലിയ സൂര്യൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇത് കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അല്ല, അവർ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ചാണ്. ഇപ്പം മിനിമം നമ്മളൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അറിയുന്ന അറിവുകളാണ്. ഭൂമി എവിടെയും നിൽക്കുന്നില്ല, ഇത് സൂര്യനെ വലം വയ്ക്കുകയാണ്. സൂര്യനും എവിടെയും നിൽക്കുന്നില്ല, ഇത് നമ്മുടെ ഗാലക്സിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗാലക്സി പോലും ഒരു സ്ഥലത്ത് നിൽക്കുന്ന സാധനമല്ല, അതും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയായിരിക്കും. അപ്പോൾ പുതിയതായിട്ടൊരു കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ മിൽക്കി വേ എന്ന ഗാലക്സിയിൽ മാത്രം 40,000 കോടിയോളം സൂര്യന്മാരുള്ള ഒരു ഗാലക്സിയാണ്. ഇതിൽ ഭൂമിയെപ്പോലെ സാദൃശ്യമുള്ള എർത്ത് ലൈക്ക് പ്ലാനറ്റ് എന്ന് പറയുന്നത് 2000 കോടിയിലധികം ഉണ്ടാവുമെന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. നമ്മൾ അത്രയും ചെറുതാണ്. ഇതേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഗാലക്സിയെ പോലെ തന്നെ കോടിക്കണക്കിന് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ഗാലക്സികളുള്ള ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മഹാ അത്ഭുതത്തിലാണ്. ഇതെന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിൽ പുതുമയില്ലെങ്കിൽ പോലും ഈ തരം അറിവുകൾ ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ ഒരു അറിവുണ്ടാവില്ല. ഈ ലോകത്തിലുള്ള നിങ്ങൾ ഏതൊരു രാഷ്ട്രീയക്കാരനെ എടുക്കുകയാണെങ്കിലും അയാൾക്ക് ഈ വക അറിവ് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ ലോക്കൽ വാർഡ് മെമ്പർ മുതൽ MLA മാർ, MP, നമ്മുടെ മന്ത്രി, നമ്മുടെ പിണറായി വിജയൻ ആണെങ്കിലും, മോദി ആണെങ്കിലും, അല്ലെങ്കിൽ ലോക ട്രംപ് ആണെങ്കിലും, പുടിനാണെങ്കിലും, കിം ജുങ് ഉന്നൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അറിവുണ്ടാവാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ രാഷ്ട്രീയം കളിക്കാൻ ഈ വക അറിവിൻ്റെ ആവശ്യമില്ലല്ലോ. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ പോരെ, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞാൽ പോരെ എന്ന് നിങ്ങൾ തിരിച്ച് ചോദിക്കും. പോരാ, രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനെയുള്ള വിശാലമായി ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു അഴിമതി ഉണ്ടാവില്ല, ഉറപ്പാണ്. കാരണം അവർ ചിന്തിക്കും, ഈ ടൈനി പെയിൽ ബ്ലൂ ഡോട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണല്ലോ ഞാൻ. നമ്മൾ എത്രയോ അത്ഭുതമാണ്. ഇങ്ങനെയുള്ളൊരു വിശാലമായുള്ളൊരു ചിന്തയായിരിക്കും ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവുക. ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. നിങ്ങൾ ഏതൊരു രാഷ്ട്രീയക്കാരനോട് ചോദിച്ചു നോക്കിക്കോ, ഒരു വാർഡ് മെമ്പറോട് ചോദിച്ചോ, ഒരു ഗാലക്സിയോ അതെന്താണെന്ന് ചോദിക്കും. ഗാലക്സി എന്താണെന്ന് ചോദിച്ചാൽ അതുപോലും അറിയില്ല. മറ്റേ സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണെന്ന് ചോദിച്ചു നോക്കുക, അതും അറിയില്ല. അങ്ങനെയാണ് ഈ പറയുന്ന, ഇതൊന്നും ഒരു കുറ്റമല്ല. പക്ഷേ നമ്മൾ സ്കൂൾ തലത്തിൽ പഠിച്ച അറിവ് എന്ന് പറയുന്ന സാധനം പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങി എഴുതി നമ്മളത് വിട്ടു. അതായത് നമ്മളതിനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാവാതെ ആയിപ്പോയി. പൊട്ടക്കിണറ്റിലെ തവളയായിപ്പോയി മനുഷ്യർ, പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ മതം, ദൈവം വിശ്വാസികളായിരിക്കും ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയക്കാരെ എടുത്തോ, അതിൽ 99.99% പേരും ദൈവവിശ്വാസികളായിരിക്കും. അവർ അമ്പലത്തിൽ പോവും, പള്ളിയിൽ പോവും, അവർ ശയനപ്രദക്ഷിണം ചെയ്യും, അവർ തലയിൽ തേങ്ങ അടിക്കും, എല്ലാം ചെയ്യും. എല്ലാ രാഷ്ട്രീയക്കാരും ഇങ്ങനെയാണ്, പൊട്ടക്കിണറ്റിലെ തവളകളാണ്. അത് ഏതോ ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ട് എല്ലാ പൊളിറ്റീഷ്യന്മാരെയും നമ്മളൊരു സ്പേസ് ക്രാഫ്റ്റിൽ കൊണ്ടുപോയിട്ട് ഭൂമിക്ക് വെളിയിൽ കൊണ്ട് നിർത്തണമെന്ന്, എന്നിട്ട് ഭൂമിയെ കാണിച്ചു കൊടുക്കണമെന്ന്. ദേ, നിങ്ങൾ തല്ലുകൂടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമിയാണ് ഈ കാണുന്നത്. ഇതിനപ്പുറത്ത് വേറെ എന്തൊക്കെ ലോകമുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നത് ഞാൻ ഏതൊക്കെയോ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്, ഫിലോസഫേഴ്സ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സത്യമാണ്. ആദ്യം നമ്മൾ സ്പേസിലേക്ക് വിടേണ്ടത് ഇവിടെയുള്ള ലോക്കൽ നേതാക്കന്മാരെയും MLA മാരെയും മന്ത്രിമാരെയും എല്ലാവരെയും പിടിച്ചിട്ട് സ്പേസിലേക്ക് വിട്ടിട്ട് അവരെ കൊണ്ടുവരണം. തീരും ഈ മതത്തിൻ്റെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുക, കൊള്ളയടിക്കുക, ഈ പരിപാടികളൊക്കെ, ഇതിനെപ്പറ്റിയൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങും. അറിവില്ലാത്തതുകൊണ്ടാണ്, അറിവ് മാത്രം ഇല്ലാത്തതുകൊണ്ടാണ്. അറിവ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സർവൈവ് ചെയ്യാനുള്ള അറിവാണോ? ആ അറിവ് മാത്രമല്ല, നമുക്ക് ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിശാലമായ കാഴ്ചപ്പാടാണ് മനുഷ്യർക്ക് വേണ്ടത്.